ഇങ്ങനെയുള്ള പ്രോഡക്റ്റും വീട്ടുപകരണങ്ങളുമൊക്കെ വാങ്ങുമ്പോഴും മൊബൈൽ ഫോൺ, എയർബഡ് പോലെയുള്ള ഗാഡ്ജറ്റ് വാങ്ങുമ്പോഴും എന്തിനേറെ നിങ്ങൾ ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ വാങ്ങുമ്പോഴും പ്രോഡക്റ്റുകളാണെങ്കിൽ ISI മാർക്ക് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇത്തരം ഗാഡ്ജറ്റുകളാണെങ്കിൽ BSI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ടും ഒക്കെ ആണെങ്കിൽ HUID എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾമാർക്കിംഗ് നമ്പറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. BIS സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ കുക്കർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി, അതുപോലെ ഇയർബഡും പവർ ബാങ്കും ഒക്കെ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി, അതുപോലെ നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ 24 ക്യാരറ്റ് ഇല്ല, തൂക്കത്തിൽ കുറവുണ്ട് എന്നൊക്കെ പരാതി വരുന്ന ഘട്ടത്തിലുമൊക്കെ നിങ്ങൾക്ക് അപകടമുണ്ടായാലും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടാലും നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിനും അപകടങ്ങൾക്കും വലിയ തുക നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ഇത്തരം പ്രോഡക്റ്റുകൾ BIS സർട്ടിഫൈഡ് ആയിരിക്കണം. പ്രോഡക്റ്റും ഗാഡ്ജറ്റും ആഭരണങ്ങളുമൊക്കെ വാങ്ങുമ്പോൾ അത് BIS സർട്ടിഫൈഡ് ആണെങ്കിൽ അതിനകത്ത് ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പർ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വാങ്ങിച്ച ഉൽപ്പന്നം ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനും അത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടായാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ ലഭിക്കുമോ എന്നൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ്. അതിന് ജസ്റ്റ് ഈ ഞാൻ കാണിച്ചു തന്ന നമ്പർ മാത്രം മതി. അതുപോലെ ഈ കമ്പനിയുടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ചില സമയത്ത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ് പേജ് ഓണായി കിട്ടും. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിന് പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, വെരിഫൈ ലൈസൻസ് ഡീറ്റെയിൽസ്. ഇത് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിനകത്താണ് ISIയുടെ നമ്പർ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ ഉള്ളത്. ജസ്റ്റ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണ്, ഞാനൊരു ഹെൽമെറ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഹെൽമെറ്റിൻ്റെതും അതിൽ ഏത് പ്രോഡക്റ്റ് ആയാലും, നിങ്ങളുടെ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തുമാകട്ടെ, ISI മുദ്രയുള്ള ഏത് മാർക്കിനും ഇതുപോലെ ISI മാർക്കിന് താഴെയായിട്ട് CL എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടാവും. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ നമ്പർ 9981 ഇതിൻ്റെ നമ്പർ. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഏത് നമ്പറാണ് ആ നമ്പർ മാത്രം ആ നമ്പർ നിങ്ങൾ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ ഹെൽമെറ്റിൻ്റെ നമ്പർ ഇതാണ്. നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യണ്ടൂ. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഗോ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ആ ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിർമ്മിച്ച കമ്പനിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പനിയുടെ നെയിം ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ അഡ്രസ്സ് ഉണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാം 15 ഫെബ്രുവരി 2026 വരെ. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹെൽമെറ്റ് ആണെന്ന് കൃത്യമായിട്ട്, 2 വീലറിൻ്റെ ഹെൽമെറ്റ് ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സെയിം ISI മാർക്കിൽ ആ കമ്പനി എന്തൊക്കെ സെയിൽ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും താഴേക്കാണ് പോകേണ്ടത്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാം, ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന സ്റ്റാറ്റസ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങാവൂ. ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ കംപ്ലയിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ട് ഈ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായി വെരിഫൈ HUID എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് നിങ്ങളുടെ സ്വർണം, ഡയമണ്ട് അതിൻ്റെയൊക്കെ ഹോൾ മാർക്കിംഗ് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയാണ് സീരിയൽ നമ്പർ ഉണ്ടാകുക. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഒന്നും സീരിയൽ നമ്പർ ഞാൻ അതിൽ നിന്ന് പബ്ലിക്കായിട്ട് സെർച്ച് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ നമ്പർ നേരത്തെ ഞാൻ സെർച്ച് ചെയ്തതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്വർണം മാനുഫാക്ചർ ചെയ്തത് മുതൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിലും താഴെ ഓപ്ഷൻ ഉണ്ടാവും. ഇനി ഇവിടെ മൂന്നാമതായി നിങ്ങൾക്ക് വെരിഫൈ R നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലൊക്കെ ഈ ഓപ്ഷനാണ് ഉണ്ടാകുക. അത് നിങ്ങൾ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ കാർട്ടൂണിന് മുകളിൽ ഇങ്ങനെയൊരു കാര്യം കാണാം. നിങ്ങൾക്ക് ഇങ്ങനെയൊരു ലോഗോയും അതുപോലെ BIS
gov.in എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇവിടെയുള്ള നമ്പർ നമ്പർ ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അത് ഒട്ടുമിക്ക ഇലക്ട്രിക്കൽ ഐറ്റംസിലൊക്കെ ഇതുണ്ടാകും. ആ നമ്പർ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാം 4182 ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് നമ്പർ ഉള്ളത് അതാണ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ പ്രൊഡക്റ്റിൻ്റെ കമ്പനിയുടെ മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൺട്രി ഉണ്ട്, അത് മറ്റൊരു കൺട്രിയിലായതുകൊണ്ടാണ് വിയറ്റ്നാം എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാലിഡ് അപ് ടു 14/3/2025. അത് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങാൻ പാടില്ല ആ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ഈ സ്റ്റാറ്റസ് ആണ് പ്രധാനം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പറേറ്റീവ് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള ഇതുപോലെയുള്ള നമ്പർ നിങ്ങൾ ഈ 3-ൽ നിന്ന് തിരയുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള BIS സർട്ടിഫിക്കറ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.